ഓറിഗാമി ക്യാരറ്റ് മേക്കിംഗ് ഐഡിയാസ്. ആദ്യമായിട്ട് ഒരു സ്ക്വയർ പേപ്പർ നമ്മൾ എടുക്കുക. ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല. നമുക്കൊരു ക്യാരറ്റ് ഉണ്ടാക്കാനുള്ള വലിപ്പത്തിൽ നമ്മൾ ഒരുപാട് പേപ്പറൊന്നും ഉപയോഗിച്ച് തീർക്കണ്ട. നമുക്കൊരുപാട് ക്രാഫ്റ്റൊക്കെ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ പേപ്പറുകൾ സ്ക്വയറായിട്ടൊക്കെ വെട്ടിയെടുത്തിട്ട് നമ്മൾ അധികം വെട്ടിക്കളയാത്ത രീതിയിലുള്ള പറഞ്ഞാൽ വീടൊക്കെ വൃത്തികേടാവും നമ്മൾ പേപ്പറൊക്കെ കട്ടിങ് ചെയ്ത്. അതുകൊണ്ട് കട്ടിങ് ചെയ്ത് കളയാത്ത രീതിയിൽ സ്ക്വയർ പേപ്പറുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് വെച്ച് ക്രാഫ്റ്റ് ചെയ്യാം. ഇതുപോലെ ഒരു പേപ്പർ എടുക്കുക, സ്ക്വയർ പേപ്പർ എടുക്കുക, ഇങ്ങനെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കുക, ഒന്നുകൂടെ മടക്കുക, വീണ്ടും ഒന്നുകൂടെ മടക്കണം. മടക്കുമ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കിട്ടും. അത് നമ്മൾ അങ്ങനെ തന്നെ വച്ചിരിക്കുക. ചേർത്ത് മടക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊരു പേപ്പറും അതേപോലെ, പക്ഷേ നമ്മുടെ ചെറിയ പേപ്പറുകൾ മതി. ഒരു 3 സ്ക്വയർ ഷീറ്റ് പേപ്പർ എടുക്കാം. ഇതേപോലെ ചെറിയ 3 ഷീറ്റ് പേപ്പർ എടുത്തിട്ട് മൂന്ന് ഷീറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം. വീണ്ടും വേറെ നമ്മൾ അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തന്നെ കട്ട് ചെയ്യുമ്പോൾ ഇത്രയും 3 ഷീറ്റ് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയണം. ഇനി ചെയ്യേണ്ടത് ഓരോന്നായിട്ട് ഓരോ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. അടുത്ത സ്ക്വയറും കട്ട് ചെയ്യുക. ഇനി ഓരോ പേപ്പറായിട്ട് ഇങ്ങനെ രണ്ടായിട്ട് ട്രയാങ്കിൾ പോലെ മടക്കുക, വീണ്ടും ഇങ്ങനെ മടക്കുക. നമ്മൾ നേരത്തെ ക്യാരറ്റിന് ഉണ്ടാക്കിയതുപോലെ തന്നെ അതിൻ്റെ ഇല, ക്യാരറ്റിന് എപ്പോഴും നമ്മൾ മുകളിലൊരു ഇലയും കൂടെ കാണും. അപ്പോൾ അങ്ങനെ വേണം ഉണ്ടാക്കുക. അപ്പോൾ വീണ്ടും അതേപോലെ തന്നെ ക്യാരറ്റിന് മടക്കിയതുപോലെ തന്നെ മടക്കുക. അങ്ങനെ 3 എണ്ണം മടക്കണം. 3 പേപ്പർ 3 ഇലയാണ് കൊടുക്കുന്നത്. അപ്പോൾ 3 ഇലയായിട്ട് നമ്മൾ ഈ സ്ക്വയർ പേപ്പറിനെ മാറ്റിയെടുക്കും. വീണ്ടും ഇതേപോലെ മടക്കുക. എളുപ്പമാണ്, ഈസിയാണ്. അടുത്ത് ഈ സ്ക്വയറും കൂടെ നമ്മൾ ലീഫ് പോലെ മാറ്റിയെടുക്കുക. ഒരു മടക്കൂടെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെച്ച് കൊടുക്കണം. ഈ നമ്മൾ ക്യാരറ്റുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒറിഗാമി പേപ്പറിൽ ഇതിങ്ങനെ വെച്ച് കൊടുക്കണം. ക്യാരറ്റ് റെഡി ആയില്ലേ? ഈസി ക്യാരറ്റ്. ഇതിനെ നമ്മൾ അകത്തോട്ട് മടക്കി വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ഇനി നമുക്ക് ഒരു വൈറ്റ് കളർ റാബിറ്റാണ് ഉണ്ടാക്കുന്നത്. ഒരു സ്ക്വയർ പേപ്പർ ഇങ്ങനെ എടുക്കുക. അതിൽ സ്ക്വയർ പേപ്പർ അല്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇങ്ങനെ
ഇങ്ങനെ മടക്കുക. വീണ്ടും അതിനെ 4ആയിട്ട് മടക്കണം. ഇതേപോലെ 4ആയിട്ട് ഇങ്ങനെ 50-50 ആക്കി. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം. നേരെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മടക്കുക. വേണമെങ്കിൽ അങ്ങോട്ടൊന്ന് മടക്കാം. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് കിട്ടും. മടക്കിയെടുക്കാൻ പറ്റും. അങ്ങോട്ട് വേണമെങ്കിൽ മടക്കാം. ഈ സൈഡും അതേപോലെ മടക്കണം. അപ്പോൾ ഇങ്ങനെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അകത്തോട്ടൊന്ന് മടക്കി കൊടുക്കുക. ഡയഗണലായിട്ട് ഒന്ന് മടക്കി കൊടുക്കണം. ഇത് ചാർട്ട് പേപ്പറിലൊക്കെ ഈസിയാണ്, എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റും. ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഈ ഭാഗം തിരിച്ച് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഈ ഭാഗവും ഇങ്ങോട്ടൊന്ന് മടക്കി കൊടുക്കണം. ഈ ഭാഗം ഒന്ന് മടക്കി കൊടുക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഒന്നുകൂടെ നമ്മളൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഈ ഭാഗം മാത്രം ഒരു വശത്ത് മാത്രം ഇത് ഒന്നുകൂടെ മടക്കി കൊടുക്കും. അപ്പോൾ ഇങ്ങനെ കൂർത്തൊരു ഭാഗം കിട്ടുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ആ ഭാഗം തന്നെ ഇങ്ങനെ ഒന്ന് മടക്കാം. ഒരു ഭാഗം അങ്ങ് ഇട്ടിട്ട് ഇങ്ങനെ ഈ സൈഡൊന്ന് മടക്കി കൊടുക്കും. ഇങ്ങനെ മടക്കുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ മടക്കിയിട്ട് റെഡി. ഇനി ഈ ഭാഗം കൂടെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചരിച്ച് ഈ സൈഡ് ഒന്ന് ചരിച്ച് ഇനി ഇതിനെ ഒന്ന് അകത്തോട്ട് ആക്കി കൊടുക്കണം. അകത്തോട്ടാക്കി പിന്നെ ഇതിനെ നമുക്ക് ഈ ഭാഗം ഒന്ന് ഒടിച്ചു കൊടുക്കാം. ഒന്ന് മടക്കി കൊടുക്കാം. ഇതിനൊന്ന് ഇവിടെ നമുക്കത് ഈ അറ്റം ഒന്ന് മടക്കി ഇതിനെ ഒന്ന് നമുക്ക് തറയിലിരുത്താം. ഇതിന് തറയിലിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. ഇതിനൊന്ന് തറയിലിരുത്താം. നമ്മൾ ക്യാരറ്റ് തിന്നുന്ന ഒരു മുയലാണ്. നമുക്ക് ഇതിൻ്റെ കണ്ണിന് ഒന്ന് വരച്ചു കൊടുക്കാം. ക്യാരറ്റ് തിന്നുകൊണ്ടിരിക്കുന്ന ഒരു മുയലാണ്. നമുക്ക് നേരത്തെ നമ്മളൊരു മുയലുണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും കൂടെ ക്യാരറ്റ് തിന്നോട്ടെ കേട്ടോ.